ഹലോ ഫ്രണ്ട്സ്, റിത ഐറിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൺഡേ രാവിലെ തന്നെ നമ്മൾ ഡിണ്ടിഗൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എൻ്റെ അനിയൻ എറണാകുളത്ത് നിന്ന് വരികയാണ് അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവനും വന്ന് എല്ലാവരും കൂടി ഞങ്ങൾ അവനെ എടുത്തിട്ട് അശ്വിൻസിലോട്ട് വന്നു ചായയൊക്കെ കുടിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവിടെ വന്നപ്പോഴേക്കും നല്ല ചൂട് എഗ് പപ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ എഗ് പപ്സ് ഓർഡർ ചെയ്തു. പിന്നെ ഓരോ കൊഴുക്കട്ടയും സ്വീറ്റ് കൊഴുക്കട്ട എല്ലാം നല്ലതായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ടീ ആയിരുന്നു. ബ്രദറും എൻ്റെ മോളും കൂടി ഹോർലിക്സ് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു എല്ലാം. അശ്വിൻസിൽ ഡിണ്ടിഗലിലാണ്. അവിടെ വരാത്തവരുണ്ടെങ്കിൽ പോയി പറ്റുന്ന ടൈം പോയി ടേസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ പോയി നോക്കൂ, നല്ല ടേസ്റ്റാണ് എല്ലാം എന്തായാലും. പിന്നെ ഞങ്ങൾ അവിടുന്ന് ടീയും ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്വീറ്റ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് ഇറങ്ങി. ഇനി ബാക്കി നമ്മൾ വീട്ടിലെത്തിയിട്ട് എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വീട്ടിലെത്തി. ഇതാണ് നമ്മൾ അശ്വിൻസിൽ നിന്ന് വാങ്ങിയ നമ്മൾ സ്വീറ്റ് ബ്രെഡ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കടല മിഠായി, കടല പൊടിച്ചത് ഒരുണ്ട ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൊഴുക്കട്ട പാഴ്സൽ 4 വാങ്ങിയിട്ടുണ്ടായിരുന്നു 4 പേർക്കും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് കടല പൊടിച്ചത്, അങ്ങനെ. പിന്നെ ഒരു കടല മിഠായിയുടെ ഒരു ബോട്ടിൽ. പിന്നെ പാൽഗോവയാണിത്, നമ്മുടെ ഷുഗറല്ല, പനഞ്ചുകറോ അങ്ങനെ എന്തോ, അതിൽ നിന്നുണ്ടാക്കിയ ഷുഗർ വെച്ചിട്ട്. പിന്നെ ഇത് അറബിക് സ്വീറ്റ്സ് എന്നാണ് അവർ പറഞ്ഞത്. ഇത് പാൽഗോവ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഷുഗറല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് അറബിക് സ്വീറ്റ്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് നല്ല വിലയുണ്ട്, 325 രൂപ. ആകെ ഒരു 8 ഉള്ളൂ അതിൻ്റെ അകത്ത്, ആ ബോക്സിനകത്ത്. എന്നാലും വേണ്ടില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്.